75 വർഷത്തിനുള്ളിൽ മുംബൈ നഗരം വെള്ളത്തിനടിയിലാകും. ഇത് തമാശയല്ല. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ആഗോളതാപനത്തിന്റെ ഫലമായി 2100 ആകുമ്പോഴേക്കും ആഗോള സമുദ്രനിരപ്പ് 6.2 അടി വരെ ഉയരുമെന്നും ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ പലതും വെള്ളത്തിനടിയിലാകുമെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. മുംബൈ നഗരം പൂർണ്ണമായും വെള്ളത്തിലാകും. ദശലക്ഷക്കണക്കിന് ആളുകൾ ദുരന്തത്തിന് ഇരകളാകുമെന്നും പഠനം പറയുന്നു. ലോകമാകെ ഇതിന്റെ ആഘാതം വലുതായിരിക്കും. യൂറോപ്പിലുടനീളം ജനസാന്ദ്രതയുള്ള തീരപ്രദേശങ്ങൾ അപ്രത്യക്ഷമായേക്കാം. UK, US തുടങ്ങിയ രാജ്യങ്ങളെയും കാര്യമായി ബാധിക്കും. സ്കോട്ട്ലൻഡും വടക്കൻ അയർലൻഡും ഉയർന്ന സ്ഥലമായതിനാൽ വെള്ളപ്പൊക്കം കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന കാർബൺ ബഹിർഗമനത്തിന്റെ വർധനവാണ് ആഗോളതാപനത്തിനും മഞ്ഞുരുകലിനും പ്രധാന കാരണം. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുകയും ഇത് ആഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിന്റെ ഫലമായി അന്റാർട്ടിക്ക ഉൾപ്പെടെ മഞ്ഞുമലകൾ ഉരുകിയൊലിക്കാൻ തുടങ്ങും. ഇത് പ്രളയമാവുകയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവുകയും ചെയ്യും. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആക്കം കുറയ്ക്കാൻ എല്ലാ രാജ്യങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ബെഞ്ചമിൻ ഗ്രാൻഡി പറയുന്നു.